CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തെരുവുനായ ശല്യം രൂക്ഷം. വിദ്യാലയത്തിന് അവധി നൽകി അധികൃതർ. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിനാണ് പട്ടി പ്രസവിച്ച് കിടക്കുന്ന സാഹചര്യത്തിൽ അവധി നൽകിയത്. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും തിരിഞ്ഞുനോക്കാതെ പഞ്ചായത്ത് ഭരണാധികാരികൾ. ഗുരുവായൂർ തൈക്കാട് തിരിവിൽ ബൈക്കിടിച്ച് കാൽനടയാത്രികയ്ക്ക് പരിക്കേറ്റു. ചിറ്റാട്ടുകര അരീക്കര വീട്ടിൽ രാധയ്ക്കാണ് പരിക്കേറ്റത്. രാവിലെ 7ഓടെയായിരുന്നു അപകടം. റോഡിന് എതിർവശത്തുള്ള ഹോട്ടലിൽ ജോലിക്ക് പോകാനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. പുന്നയൂർ അവിയൂർ കണ്ണംചിറയിൽ ഭീതി പരത്തി നീർനായക്കൂട്ടം വിഹരിക്കുന്നു. കനോലി കനാലിനോട് ചേർന്ന ഇടത്തോടുകളിലാണ് നീർനായക്കൂട്ടത്തെ കണ്ടെത്തിയത്. പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിൽ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനായ ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. 78 വയസ്സായിരുന്നു. കബറടക്കം ചൊവ്വാഴ്ച ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടത്തും. കടങ്ങോട് പഞ്ചായത്തിലെ ആധുനിക ശ്മശാനം പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇടം സാംസ്കാരിക വേദി സെക്രട്ടറിക്ക് നിവേദനം നൽകി. വേലൂർ ചുങ്കം സെന്ററിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കുറുനരി വാഹനമിടിച്ചു ചത്തു. പഞ്ചായത്ത് മെമ്പർ ബദുൽ സൈമന്റെ നിർദ്ദേശപ്രകാരം എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുറുനരിയുടെ ജഡം നീക്കം ചെയ്തു. നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെയും ചിൽഡ്രൻസ് ഫിലിം ക്ലബ് സംസ്ഥാന സമിതിയുടെയും ആഭിമുഖ്യത്തിൽ പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന ലോഹിതദാസിനെ അനുസ്മരിച്ചു. കവി അഹമ്മദ് മൊയ്നുദ്ദീന്റെ ഹൃദയം മുറിഞ്ഞൊരാളാണ് പുസ്തകം മറിക്കുന്നത് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ തൊഴിയൂർ ഭദ്രാസന ദേവാലയത്തിലെ കാട്ടുമാങ്ങാട്ടെ അബ്രഹാം മാർ കൂറിലോസ് വലിയ ബാവായുടെ 224ാമത് ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. സഭാപരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്ത കൊടിയേറ്റി. വടക്കേകാട് പഞ്ചായത്തിലെ 16ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കാർത്തിപ്പുള്ളിക്കുളത്തിലേക്കുള്ള വഴിയുടെ കാര്യം സംബന്ധിച്ച ആക്ഷേപങ്ങൾക്ക് പ്രസിഡന്റ് വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാരോപിച്ച് 6 ഇടതുപക്ഷാംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തി. വേലൂർ ചുങ്കം സെന്ററിൽ വീടിന്റെ ടെറസിൽ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ പാമ്പിനെ പിടികൂടി. പുത്തിരി തോമസ് ഗുഡ്വിന്റെ വീട്ടിലാണ് പാമ്പ് വലയിൽ കുടുങ്ങിയത്. എരുമപ്പെട്ടി ആറ്റത്ര സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ജീവിതം ലഹരി സംഘടിപ്പിച്ചു. ബോധവൽക്കരണ സെമിനാർ, ലഹരിവിരുദ്ധ പ്രതിജ്ഞ എന്നിവയും നടന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ 1ാം വാർഡിൽ പ്രതീക്ഷ എന്ന പേരിൽ പുതിയ അയൽക്കൂട്ടം രൂപീകരിച്ചു. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുന്ന DYFI 16ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചാവക്കാട് ബ്ലോക്ക് തല സ്വാഗത സംഘം രൂപീകരിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് തല ശുചീകരണ യജ്ഞം നടന്നു. പഞ്ചായത്ത് ഓഫീസ് പരിസരവും കാനകളും വൃത്തിയാക്കലും പ്രതിജ്ഞയെടുക്കലുമാണ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമാശ്ലീഹായുടെ ഊട്ടുതിരുനാളിനെ കൊടിയേറി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.